നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഏഴാറ്റുമുഖം പറയൻപാറ എലിച്ചാണയിൽ പതിവ് പട്രോളിംഗ് നടത്തവെ അതിരപ്പള്ളി RRT സംഘത്തിന് നേരെ കാട്ടാനാക്രമണം. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ ചായപ്പൻകുഴി ചൂളക്കടവിൽ നിന്നും 5 ലിറ്റർ വാറ്റുചാരായം സഹിതം വിൽപ്പനക്കാരൻ അറസ്റ്റിലായി. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച സാമ്പത്തിക സഹായം വൈകിപ്പിക്കുന്നതിനായി അധമ രാഷ്ട്രീയ പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെയും വനശ്രീ ഇക്കോ ഷോപ്പുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനസംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും മുൻഗണന നൽകുന്നതിനും വനാതിർത്തികളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുന്ന രീതിയിൽ വനം വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യം. അതിരപ്പള്ളി മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി സൃഷ്ടിച്ച 18 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി കഴിഞ്ഞ 2.5 മാസമായി 100-ലധികം ഒരു സംഘം ജീവൻ പണയം വെച്ചാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ അധ്വാനത്തെ കാണാതെയുള്ള വിമർശനങ്ങൾ മനോവീര്യം തകർക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കുടിവെള്ളത്തിനായി സഞ്ചരിക്കുന്ന പരമ്പരാഗത ആനത്താരകൾ അടച്ചുകെട്ടിയതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. ഇത്തരം ആനത്താരകൾ പുനഃസ്ഥാപിക്കുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനിയന്ത്രിതമായ ടൂറിസം പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും സഹകരിച്ച് ഉത്തരവാദിത്ത ടൂറിസം നടപ്പിലാക്കണം. കേരളത്തിന്റെ സവിശേഷമായ ജൈവ വൈവിധ്യം ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന കവാട സമുച്ചയം നിർമ്മിച്ചത്. കൂടാതെ വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ അതിരപ്പള്ളി വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും നവീകരിച്ച വാഴച്ചാൽ വനശ്രീ ഇക്കോ ഷോപ്പിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. വാഴച്ചാൽ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP വിശിഷ്ടാതിഥിയായി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ L ചന്ദ്രശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK റിജേഷ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ ബിനു, തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ R ആടലരശൻ, വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വനസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പരിസരത്ത് അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തുല്യമായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് പോകുന്നത്. ലോകത്തെല്ലായിടത്തും വനമുള്ളിടത്ത് വനാതിർത്തിയിൽ സംഘർഷമുണ്ട്. കേരളവും വ്യത്യസ്തമല്ല. പക്ഷെ നമുക്ക് അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വകുപ്പായി വനം വകുപ്പിനെ മാറ്റണം എന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ് ലക്ഷ്യം.
ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ വനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം വനത്തിലേക്ക് വന്നത് ഇവിടെ തന്നെയാണ്. അന്ന് അവിടെ ശ്രീ മോഹൻ്റെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിക്കാനും റിവ്യൂ നടത്താനും അന്നെടുത്ത തീരുമാനപ്രകാരം 100 പേര് കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലമായി ജീവൻ പണയം വെച്ചുകൊണ്ട് ഇതിനെ ഓടിക്കുന്ന ശ്രമത്തിലാണ്. അന്ന് ഞങ്ങൾക്ക് കണക്ക് കിട്ടിയപ്പോൾ 18 ആനകളായിരുന്നു ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. കാട് മുറിച്ചിങ്ങോട്ട് വരുന്നതല്ല, സ്ഥിരമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ ഓടിച്ച് വിടാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞാനടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വാങ്ങിക്കുന്നുണ്ട്, എവിടൊക്കെ ഇൻട്രൂഷൻസ് ഉണ്ടാകുന്നു നോക്കുന്നുണ്ട്. ചിലരെങ്കിലും ഈ അധ്വാനം കാണുന്നില്ല, കണ്ടതായി നടിക്കാതെ ഉള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ പറയാനുള്ളത്: അവരുടെ മനോവീര്യം തകർക്കരുത്. നാടിനെ സംരക്ഷിക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ പറഞ്ഞ 278 ദിവസമായൊരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചതിൻ്റെ കാര്യമാണ്. ഇപ്പോൾ വനത്തിനകത്തുനിന്ന് ആന ഇറക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ ഒക്കത്തില്ല, റോഡിലോട്ട് ഇറങ്ങുന്നു കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവിടെ പ്രധാനമായ ഒരു കാര്യം ഇവിടെ നിന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് നിൽക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആന ഭീഷണിയാന്ന് പറയുമ്പോൾ ആനയ്ക്ക് കുടിക്കാൻ പോകുന്ന വെള്ളം കുടിക്കാൻ പോകുന്ന പുഴയിലേക്കുള്ള അല്ലെങ്കിൽ ആ ആനത്താരെ അടച്ചു വെച്ചുകൊണ്ട് പോകുന്നവരാണ് ജനങ്ങൾക്ക് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ആനയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇനി ആരെന്ത് ചെയ്താലും ഏതെങ്കിലുമൊക്കെ മാറും. പരവേശം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും ചെയ്യുന്നത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനൊക്കെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട്. ഏഴാറ്റുമുഖം പറയൻപാറ എലിച്ചാണിയിൽ പതിവ് പട്രോളിംഗ് നടത്തവേ അതിരപ്പള്ളി ആറാട്ട് സംഘത്തിന് നേരെ കാട്ടാനാക്രമണം. അതുവഴി കടന്നുപോയ ടൂറിസ്റ്റുകൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ വാഹനം നിർത്തിയപ്പോൾ ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് ടൂറിസ്റ്റുകളെ രക്ഷിക്കുന്നതിനിടയിൽ ആന RRT സംഘത്തിന് നേരെ തിരിയുകയായിരുന്നു. 200 മീറ്ററോളം പിന്നോട്ടെടുത്ത വാഹനം കലുങ്കിലിടിച്ച് നിൽക്കുകയായിരുന്നു. RRT വാഹനത്തിൽ ഉണ്ടായിരുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വികാസ് മോഹൻ, RRT അംഗം PB സുധീർ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതുവഴി കടന്നുപോകുന്ന സഞ്ചാരികൾ പലതവണ ഇതുപോലെ അപകടം വിളിച്ചു വരുത്താറുണ്ട്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ ചായപ്പൻകുഴി ചൂളക്കടവിൽ നിന്നും 5 ലിറ്റർ വാറ്റുചാരായം സഹിതം വിൽപ്പനക്കാരൻ അറസ്റ്റിലായി. ചൂളക്കടവ് പാണംപറമ്പിൽ ദാസൻ എന്ന 67 വയസ്സുള്ള ശിവദാസനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, ലത്തീഫ് K ഷെയ്ഖ് അഹമ്മദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു. ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ചായപ്പൻകുഴി സർക്കാർ UP സ്കൂളിൽ പ്രധാനാധ്യാപകനെ നിയമിച്ചു. പ്രധാനാധ്യാപകനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നാണ് നിയമനം. പ്രധാനാധ്യാപികയായി PV ബായ് ടീച്ചറെ നിയമിച്ചതായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസിനെ രേഖാമൂലം അറിയിച്ചു. കേരള പോലീസ് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിന് കേരള പോലീസ് അക്കാദമി ഡോൾഫിൻ അക്വാറ്റിക് കോംപ്ലക്സിൽ തുടക്കമായി. കായിക യുവജനക്ഷേമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാർച്ച് പാസ്റ്റ് സല്യൂട്ട് മന്ത്രി സ്വീകരിച്ചു. രാജൻ ജെ പല്ലൻ MLA, കേരള പോലീസ് അക്കാദമി ഡയറക്ടറായ IG K സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ KK മൊയ്തീൻകുട്ടി, അസിസ്റ്റന്റ് ഡയറക്ടർ S നജീബ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. And the National Boxing Championship in Punjab City Championship, inviting Srimati Alfonsa to lead in a spirit of fair competition, respecting the rules and regulations, governing them with the true spirit of sportsmanship. കേരളത്തിലെ വിവിധ
ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പോലീസ് ടീമുകളാണ് ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പോലീസ് ടീമിനും മുഴുവൻ മത്സരാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച സാമ്പത്തിക സഹായം വൈകിപ്പിക്കുന്നതിനായി ഉദ്യോഗസ്ഥരെയും വകുപ്പുകളെയും കൂട്ടുപിടിച്ച് അധമ രാഷ്ട്രീയ പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വലിയ തോതിലുള്ള ദുഃഖം, അതായത് ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഉയർപ്പ് മാത്രമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല രാഷ്ട്രീയ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, മോദിയുടെയും അമിത്ഷായുടെയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെയും സുരേഷ് ഗോപിയുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നല്ല ഈ പണം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പണപ്പിരിവ് അത് ചുങ്കത്തിന്റെ പേരിൽ പിരിച്ചു വരുന്ന പണം, അതിൽ നിന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ വഴി കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള തുകയിൽ നിന്ന്, അത് ഉത്സവകാല ആഘോഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 80 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 എന്ന് പറയുമ്പോൾ അത് മാർച്ച് 31 കഴിയും കാലഘട്ടത്തിലെ 80 ലക്ഷത്തിൽ നിന്ന് തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് പുലിക്കളി സംഘങ്ങൾക്ക് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കേന്ദ്ര സഹായധനം വിതരണം ചെയ്ത ചടങ്ങിനോടനുബന്ധിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ടൂറിസം വകുപ്പും ഉദ്യോഗസ്ഥരും തനിക്കെതിരെ ഹീനമായ രാഷ്ട്രീയ കളികളാണ് നടത്തിയത്. പുലിക്കളി സംഘങ്ങൾക്കുള്ള ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ടൂറിസം സെക്രട്ടറി ബിജുവിനെ പലതവണ നേരിട്ട് വിളിച്ചിരുന്നു. തനിക്ക് ഇതിൽ നേരിട്ട് പങ്കാളിയാകണമെന്ന് വ്യക്തമാക്കിയതാണ്. യാതൊരു വിവരവുമില്ലാത്ത ലൊട്ടിലൊടുക്ക് ഉദ്യോഗസ്ഥർക്കല്ല താൻ നിർദ്ദേശങ്ങൾ അയച്ചതെന്നും ഒരു സംസ്ഥാനത്തിന്റെ വകുപ്പ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കുമാണ് കൃത്യമായി നിർദ്ദേശങ്ങൾ കൈമാറിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഫണ്ട് വൈകിപ്പിച്ചതിൽ പങ്കാളികളായ മുൻ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒരു കത്ത് കിട്ടാതെ കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കാനാകില്ലായിരുന്നു. ഒടുവിൽ പുലിക്കളിക്ക് 8 ദിവസം മുമ്പ് താൻ ഇക്കാര്യം പൊതുമധ്യത്തിൽ എത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ഇതിൽ നടപടിയുണ്ടായത്. താൻ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ കള്ള
പ്രചരണങ്ങൾ അഴിച്ചുവിട്ട പിശാചുക്കൾ ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് സുരേഷ് ഗോപി ആഞ്ഞടിച്ചു. ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയായ ഒരാളാണ് ഇതിനെല്ലാം കുടപിടിച്ചതെന്നും ഇത്രയും അധമനാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഭൂമി മലയാളത്തിൽ ഇന്ന് വരെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ തലത്തിൽ നിന്ന് നേരിട്ട് പണം അനുവദിച്ച ചരിത്രമുണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി തൃശൂരിലെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തതും തനിക്ക് ടൂറിസം വകുപ്പിന്റെ ചുമതല ലഭിച്ചതുമാണ് പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാൻ കാരണമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചവരുടെ വായ ഇനി തുറക്കാൻ പാടില്ലെന്നും ഇക്കാര്യം ജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പേരിൽ വരാനിരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിവാദങ്ങളെയും നെഞ്ചുവിരിച്ച് നേരിടാൻ താൻ തയ്യാറാണെന്നും വരുന്നവർ വരട്ടെ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ, DTPCയിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കട്ടെ. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അധമ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബിജു എന്ന് പറയുന്ന കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറിയെ ഒരു 25 തവണ അങ്ങോട്ട് വിളിച്ച് ഞാൻ മന്ത്രിയായതിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ പുലിക്കളിയാണ്, എനിക്കിതിൽ പങ്കാളിയായേ മതിയാവും എന്ന് നിർബന്ധപൂർവം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കത്ത് വരാതെ ഒരു കാരണവശാലും ഇത് നമ്മുടെ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് വരെ കേന്ദ്ര ടൂറിസത്തിൽ നിന്നോ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നോ പുലിക്കളിക്ക് ഒരു തുക അനുവദിച്ചു വന്ന ചരിത്രം ഭൂമി മലയാളത്തിനുണ്ടായിട്ടില്ല. അത് തൃശ്ശൂർക്കാരുടെ ബൃഹത്തായ രാഷ്ട്രീയത്തിന് അതീതമായ നിശ്ചയത്തിന്റെ പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ടൂറിസം മന്ത്രിയായി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു പുതിയ മുന്നേറ്റം തന്നെയാണ്. ഇതിപ്പോ തുടങ്ങിയ പ്രണയമല്ല. ഞാൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൗത്ത് സോൺ കൾച്ചർ വഴിയാണ് അന്ന് പ്രധാനമന്ത്രിയോട് പുലിക്കളി ട്രഡീഷൻ, ഇത് ജനങ്ങളുടെ ഉത്സവമാണ്, ഒരു ദേവസ്വത്തിന്റെ അല്ല, ഒരു കോർപ്പറേഷന്റെയും അല്ല, ഒരു മന്ത്രിസഭയുടെയും അല്ല, ഇത് ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സൗത്ത് സോൺ കൾച്ചർ സെന്റർ വഴിയാണ് 1 ലക്ഷം രൂപ വെച്ചെന്ന എന്റെ ഓർമ്മ കൊടുത്തു. ആ 1 ലക്ഷം രൂപ പോരാ എന്ന് നിശ്ചയിച്ച് 2-3 വർഷം ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നാണ് 50,000 രൂപ വെച്ച് ഓരോ ടീമിനും ഞാൻ കൊടുത്തത്. ഡൽഹി ചലോ മാർച്ചിന് മുന്നോടിയായി CPI അങ്കമാലി മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മങ്ങാട്ടുകരയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ അങ്ങാടിക്കടവ് അങ്കമാലി ബസലിക്ക നഗർ ടൗൺ ചുറ്റി സമ്മേളന വേദിയായ TB ജംഗ്ഷനിൽ സമാപിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MS ചന്ദ്രബോസ് അധ്യക്ഷനായി. പാർട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി ജോസഫ് ചിറ, ജാഥ ക്യാപ്റ്റൻ OG കിഷോറിന് പതാക കൈമാറി. ബ്രാഞ്ച് സെക്രട്ടറി CP പീറ്റർ, AP ജോ എന്നിവർ പ്രസംഗിച്ചു. മറ്റുള്ള ലാഭങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും എക്കാലവും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, സാധാരണക്കാരന്റെ പട്ടിണി. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം. തൊഴിലില്ലാത്തവന്റെ തൊഴിൽ പ്രശ്നം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം. ഈ നാട്ടിലെ വിദ്യാസമ്പന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് നീറ്റ് പോലുള്ള പരീക്ഷകളിൽ അവർക്ക് വിജയം കൈവരിച്ച ശേഷം ഏത് പാവപ്പെട്ടവരും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവന്റെ തൊഴിൽ മാർഗം നേടിയെടുക്കാനുള്ള ഒരു ആർജവം അവന് ലഭിച്ചത്. CPI സിന്ദാബാദ്, ഡൽഹി റാലി സിന്ദാബാദ്, സെപ്റ്റംബർ 1 സിന്ദാബാദ്, കാൽനട ജാഥ സിന്ദാബാദ്, BJP സർക്കാർ മുർദാബാദ്. ജോസഫ് ചിറയത്ത് ഉദ്ഘാടനം ചെയ്ത് മങ്ങാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിയുടെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് ലോക്കൽ സെക്രട്ടറി സഖാവ് കിഷോർ OG ജാഥ ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് പ്രവീൺ G വൈസ് ക്യാപ്റ്റനും മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PJ ഏലിയാസ് ജാഥ ഡയറക്ടറുമായുള്ള കാൽനട ജാഥ അങ്കമാലിയുടെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് അങ്കമാലി TB ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കുക, താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി
അവകാശങ്ങൾ സംരക്ഷിക്കുക, ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുക, ജനാധിപത്യം സഞ്ചരിച്ച് അങ്കമാലി TB ജംഗ്ഷൻ. വയോജന സംരക്ഷണത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാം. മുതിർന്ന പൗരരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ മക്കളെ സ്വത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ വയോജന ട്രൈബ്യൂണലുകൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഉചിതവും അനിവാര്യവുമാണെങ്കിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ട്രൈബ്യൂണലുകൾക്ക് കഴിയുമെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. അന്തസ്സോടെ ജീവിക്കാനുള്ള മൗലികാവകാശമടക്കം ഭരണഘടനാ തത്വങ്ങൾ പരിഗണിച്ചു വേണം നിയമത്തെ വ്യാഖ്യാനിക്കാനെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രായമേറുന്നു എന്നത് അവഗണന, അരക്ഷിതാവസ്ഥ, അപമാനം എന്നിവയ്ക്ക് കാരണമാകരുത്. മുതിർന്ന പൗരർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള 2027 നിയമം ഈ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിലെ ലക്നൌ വികാസ് നഗറിൽ 81-കാരിയായ അമ്മയെ സംരക്ഷിക്കാൻ രവികാന്ത് ഗുപ്ത എന്നയാൾ സ്വന്തം മകനുമായി നടത്തിയ നിയമ പോരാട്ടമാണ് കേസിന് ആധാരം. രവികാന്തിന്റെ മകനും മരുമകളും മുത്തശ്ശിയെ വൃദ്ധസദനത്തിലാക്കി. താൻ സമ്പാദിച്ച വീട്ടിൽ തന്റെ അമ്മയെ താമസിപ്പിക്കുന്നില്ലെന്ന പരാതിയുമായി രവികാന്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സമീപിച്ചു. മകനും ഭാര്യയും വീട് ഒഴിയണം എന്നായിരുന്നു ഉത്തരവ്. എന്നാൽ അപ്പീൽ പരിഗണിച്ച അഹമ്മദാബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി. റിവ്യൂ ഹർജി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് രവികാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. പവന് 160 രൂപ വർദ്ധിച്ച് 1,14,320 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് ഉയർന്നത്. 14,290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. രണ്ടാഴ്ചക്കിടെ പവന് ഏകദേശം 9,000 രൂപയാണ് വർദ്ധിച്ചത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉൾപ്പെടെ ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുകയാണ്. അമേരിക്ക-ഇറാൻ സംഘർഷം തുടരുന്നതാണ് നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഏഴാറ്റുമുഖം പറയൻപാറ എലിച്ചാണയിൽ പതിവ് പട്രോളിംഗ് നടത്തവേ അതിരപ്പള്ളി RRT സംഘത്തിന് നേരെ കാട്ടാനാക്രമണം. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ ചായപ്പൻകുഴി ചൂളക്കടവിൽ നിന്നും 5 ലിറ്റർ വാറ്റുചാരായം സഹിതം വിൽപ്പനക്കാരൻ അറസ്റ്റിലായി. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച സാമ്പത്തിക സഹായം വൈകിപ്പിക്കുന്നതിനായി അധമ രാഷ്ട്രീയ പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.